അപ്പോൾ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് എന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ പോകാൻ പറ്റില്ല. കാരണം നമ്മളെ GoPro ക്യാമറ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. നല്ല വിഷമമുണ്ട് സത്യം പറയാലോ. അത് വെളി കാണിക്കണില്ല. അത് വലി വേറെ ഡിപ്പാർട്ട്മെന്റ്. അത് വെളി കാണിച്ച് ശരിയാവില്ല. എപ്പോഴും നമ്മൾ പോസിറ്റീവ് വൈബ് ആയിരിക്കണം. ഇപ്പോൾ കഴിഞ്ഞ സൊമാറ്റോ വ്ളോഗ് ചെയ്യേണ്ട സമയത്താണ് കംപ്ലൈൻ്റ് ആയത്. പെട്ടെന്ന് എന്ത് ചെയ്യാം, ആദ്യത്തെ ഒരു ഓർഡർ എടുത്ത് രണ്ടാമത്തെ ഓർഡർ കൊടുക്കാൻ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഓട്ടോമാറ്റിക് ക്യാമറ ഓഫായി പോയി. പിന്നെ ആ സമയത്ത് ക്യാമറ പോയി ചെക്ക് ചെയ്തപ്പോൾ സംഭവം ക്യാമറ ഓൺ ആവണില്ല. ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതാണ് ബാറ്ററി GoProയുടെ ഇടാൻ പോവുകയാണ്. എല്ലാം കൊണ്ട് വിഷമത്തിരിക്കുക, എന്ത് ചെയ്യാൻ, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് റെക്കോർഡ് ബട്ടൺ. കണ്ടല്ലോ, ഈ സംഭവം അമർത്തിയ റെക്കോർഡാവും ഓട്ടോമാറ്റിക്കായിട്ട്. റെക്കോർഡായാ കണ്ടാ. അപ്പോൾ ഇതാണ് കംപ്ലൈൻറ്റ്. കണ്ടല്ലോ, ഈ കംപ്ലൈൻറ്റ് കാരണം ഞാൻ ആ പാട വിഷമത്തിലായി. സത്യം പറയില്ല, വ്ളോഗുകൾ ഇൻട്രസ്റ്റേ പോയി. ഇത് നിർത്തിയിട്ട് വേറെ വല്ല പണിക്ക് പോയാൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യമായിട്ട്. കാരണം വേറെ ഒന്നുമില്ല, നമ്മളെ ഈ GoPro ക്യാമറയുടെ വില എന്താണ്, 30,000 രൂപയാണ്. ഇതിൻ്റെ ഒറിജിനൽ 35,000 ഇപ്പോൾ കുറഞ്ഞ് 30,000 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വീട്ടു വാടക, ലോണ്, പിന്നെ മോളെ പഠിപ്പിക്കണം, കുറേ ചിലവുണ്ട്. അതിനിടയ്ക്ക് ഒരു ക്യാമറ വാങ്ങാൻ സെറ്റപ്പ് ഇല്ല. അപ്പോൾ എന്തായാലും ഒരു പുതിയ ക്യാമറ വാങ്ങാൻ പൈസ കൂടുതലാവും. അപ്പോൾ ഈ ക്യാമറ ചെറിയ പ്രശ്നമേ ഉള്ളൂ. എന്തായാലും ശരിയാക്കാമെന്ന് പറഞ്ഞ് ട്രിവാൻഡ്രത്തുള്ള എല്ലാ ഷോപ്പിലും വിളിച്ച്. ഒരിടത്ത് സർവീസ് ഇല്ല, സെയിൽസ് മാത്രമേ ഉള്ളൂ. ബാബാസ് പഴവങ്ങാടി ഉണ്ടല്ലോ, അവിടെ പോലും GoPro ക്യാമറ സെയിൽ ചെയ്യുന്നുണ്ട്, സർവീസ് ഇല്ലെന്ന് പറയാണ്. ഒരു കാര്യം ആലോചിച്ചോണം, GoPro ക്യാമറ വാങ്ങി മുമ്പായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ GoPro ക്യാമറ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് വാറണ്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, GoPro കമ്പനിക്ക് തന്നെ അയച്ച് റീപ്ലേസ്മെൻറ്റ് ഫ്രീ ആയിട്ട്. വാറണ്ടി ഇല്ലെന്നുണ്ടെങ്കിൽ സർവീസ് ചെയ്യാൻ നമ്മൾ ലോക്കൽ ഷോപ്പൊന്നുമില്ല. ഒരേ ഒരു ഷോപ്പുണ്ട് സർവീസ് സെൻ്ററായിട്ട്. എവിടെ നിന്ന് പറയാം, തൃശ്ശൂരിൽ മാത്രമേ ഉള്ളൂ സർവീസ് സെൻ്റർ. അപ്പോൾ ലാസ്റ്റ് കുറേ കറങ്ങി തിരിഞ്ഞ് കുറേ നമ്പർ എടുത്ത് നോക്കി, ഒന്നും വിളിച്ചിട്ട് വർക്കൗട്ട് ആയില്ല. പിന്നെ യൂട്യൂബിനകത്ത് നോക്കിയായിരുന്നു, കേരളത്തിൽ എവിടെയാണ് സർവീസ് സെൻ്റർ നോക്കിയപ്പോൾ തൃശ്ശൂർ ഭാഗത്ത് ഒരു സർവീസ് സെൻ്റർ ഉണ്ട്. പുള്ളിക്കാരൻ നല്ലപോലെ എക്സ്പേർട്ടാണ് GoProയുടെ കാര്യത്തിലൊക്കെ. അപ്പം സ്പെയർസൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പുള്ളിക്കാരൻ നമ്പർ എടുത്ത് വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, ഇതുപോലെ എൻ്റെ GoPro ക്യാമറ 9 ആണ്, Hero 9 കംപ്ലൈൻറ്റ് കിടക്കുകയാണ്, ഇങ്ങനെയാണ് കാണിക്കണത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇതിൻ്റെ എന്താണ് കംപ്ലൈൻറ്റ് അത് വീഡിയോ എടുത്ത് വാട്സാപ്പ് അയക്കാൻ പറഞ്ഞു. ഞാൻ അയച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇത് വേറെ വിഷയമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് ആയിരിക്കണം മിക്കവാറും. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ ബാറ്ററി ഊരിട്ട് ഡയറക്റ്റായിട്ട് ചാർജിൽ കുത്തി ഓണാക്കാൻ പറഞ്ഞു, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. ശരി, ഞാൻ നോക്കി അങ്ങനെ ചാർജർ കൊടുത്ത് ഓണാക്കി റെക്കോർഡ് ചെയ്തപ്പോൾ റെക്കോർഡ് ആവുന്നത് കുഴപ്പമില്ല. അപ്പോഴാണ് പോയ ജീവൻ തിരിച്ചു വന്നത്. കാരണം ബാറ്ററി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഈ ക്യാമറയ്ക്കകത്ത് എന്തെങ്കിലും ബോർഡ് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ പൊളിക്കേണ്ടി വരും. പൊളിച്ചു കഴിഞ്ഞാൽ പഴയ പോലെ ക്യാമറയ്ക്ക് പവർ കുറയും. പവർന്ന് വേറൊന്നുമില്ല, വാട്ടർ പ്രൂഫിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് ഇല്ലാതായി പോകും. കാരണം ഇത് പൊളിക്കുമ്പോൾ സീലിംഗ് എല്ലാം പോവുകയാണ്. അപ്പോൾ സീലിംഗ് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം പെട്ടെന്ന് കയറും. പിന്നെ പഴയ പോലെ വെള്ളത്തിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞായിരുന്നു, അതായത് GoPro ക്യാമറ 2 വർഷം കഴിഞ്ഞാൽ പഴയ പോലെ വെള്ളത്തിനടി യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അതിനകത്ത് എന്തെങ്കിലും ഡാമേജ് എവിടെ വന്ന് കാണും, അത് നമ്മൾ കണ്ണിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് 2 വർഷം വരെ വെള്ളത്തിനടിയിൽ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. 4 മീറ്റർ 5 മീറ്റർ എന്നാൽ പോകാമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് മഴയത്ത് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, വെള്ളത്തിനടിയിൽ മുക്കാൻ പാടില്ല പ്രത്യേകം പറഞ്ഞു. അപ്പോൾ അഥവാ നിങ്ങൾക്ക് വെള്ളത്തിനടി മുക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫ് ഗേജ് ഉണ്ട്, അത് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറഞ്ഞ്. അതിനൊരു 1,500-2,000 അടുപ്പിച്ചാവും. അത് പിന്നത്തെ കാര്യം നോക്കാം. ഇതാണ് വിഷയം. ഞാൻ നോക്കിയപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ബാറ്ററി മാത്രം കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ വില എന്ന് പറയുന്നത് 1,500 മുതൽ 2,000 സംതിങ് വരെ ആവുന്ന പറയണത്. അപ്പോൾ ഇത് ബ്ലൂ ബാറ്ററിയാണ്, ഇതിന് വില കുറവാണ്. ഇതിനൊരു കൂടിയ ബാറ്ററി ഉണ്ട്, വൈറ്റ് കളറിലൊരു, ഈ ഒരു ബോർഡർ വൈറ്റ് കളറായി, എൻഡൂറ എന്ന് പറയും, അങ്ങനത്തെ ബാറ്ററിയാണ്. ആ ബാറ്ററി ആണെങ്കിൽ 2,500 സംതിങ് ആവാതിരിക്കും. അപ്പോൾ ഈ ബാറ്ററി വാങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ പൈസ ഇല്ല, സിറ്റുവേഷൻ മോശമാണ് പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസത്തേക്ക് വ്ളോഗ് നിർത്തുന്നില്ല, വ്ളോഗ് ചെയ്യണില്ല. കുറച്ച് സമയം, ഒരാഴ്ച മാക്സിമം, അത്ര തന്നെ. പൈസ സെറ്റാക്കി ഉടനെ ബാറ്ററി വാങ്ങിച്ചാൽ ഉപയോഗിക്കാം, പഴയ പോലെ സെറ്റാക്കാം, വ്ളോഗ് വേറെ ലെവൽ ചെയ്യാം. ഒന്ന് ഡൗൺ ആയപ്പോഴാണ് സത്യം പറയാൻ ഒരു എനർജി വന്നത്, നല്ലപോലെ കിടിലായിട്ട് വ്ളോഗ് ചെയ്യണം, വാശിയേറി വ്ളോഗ് ചെയ്യണം എന്നുള്ളത്. അതുവരെ ഫ്രീ ആകുമ്പോൾ വ്ളോഗ് ചെയ്യാം, നാളെ വ്ളോഗ് ചെയ്യാം, ഇന്ന് വ്ളോഗ് ചെയ്യേണ്ട, അങ്ങനെ മൈൻഡായിരുന്നു. ഇപ്പം നല്ല വാശി വന്നിരിക്കുകയാണ്. അതല്ലേ പറഞ്ഞത്, ഒരിക്കൽ ഡൗൺ ആവണം, ഒന്ന് തോൽക്കണം, ഒന്ന് പിന്നിലോട്ട് പോകണം, അപ്പോഴേ ഒരു പവർ കിട്ടുള്ളൂ. അതുകൊണ്ട് ആരും തോറ്റെന്ന് പറഞ്ഞ് വിഷമിക്കാൻ പാടില്ല. തോൽക്കുമ്പോഴേ ജയിക്കാനുള്ള ഒരു വെറി, തമിഴിൽ വെറി എന്ന് പറയും, മലയാളത്തിൽ എന്ന് പറയും, വാശി, ആവേശം വരുള്ളൂ. അതുകൊണ്ട് കട്ടയ്ക്ക് മുന്നോട്ട് പോകുക, വേറെ നാളേക്കൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമിച്ച്, നല്ല ഡൗൺ ആയിപ്പോയി. എന്ത് പറയാൻ, എൻ്റെ ലൈഫാണിത്. അത് യൂട്യൂബ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫായിട്ട് ഞാൻ നോക്കി തുടങ്ങിക്കുകയാണ്. അത് എന്ത് പറയാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമുക്കിനി ചെയ്യാൻ പറ്റാതാകുമ്പോൾ സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അത് ആർക്കും വരാൻ പാടില്ല. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാറായാലും, ഒരു ബൈക്കായാലും, അതൊരു മനുഷ്യനായാലും, ഒരു തൊഴിലായാലും, ഇതുപോലെ ക്യാമറ ആയാലും, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം, അറിയാമോ. അതുകൊണ്ട് ഈ ക്യാമറ കംപ്ലൈൻ്റ് ആയപ്പോൾ ഒരുപാട് വിഷമമായിപ്പോയി. പെട്ടെന്ന് അത് നമ്മളെ കൈ വിട്ടു പോകുമ്പോഴാണ് അല്ലേ ആ വിഷമം അറിയണം, അല്ലേ. അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ കൂടെ നിൽക്കുമ്പോൾ അതിൻ്റെ വാല്യൂ മനസ്സിലാവില്ല. നമ്മൾ വിട്ട് പോകുമ്പോഴേ ആ ഒരു വിഷമം നമുക്ക് വരുള്ളൂ. അപ്പോഴാണ് അറിയണം നമ്മൾ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ളത്. ആ സ്നേഹം വെളി കാണിക്കണം ഇടയ്ക്കിടയ്ക്ക്, മനസ്സിലായത്. മനുഷ്യനായാലും ഇതുപോലത്തെ ക്യാമറ, ബൈക്ക്, കാർ, എന്തായാലും എല്ലാവരെയും സ്നേഹിക്കണം, മനസ്സിലായല്ലോ. മനുഷ്യർക്ക് എമോഷനുണ്ട്, പക്ഷേ ക്യാമറ, ബൈക്ക്, കാറിന് എമോഷനില്ല.
എന്നാലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മളെ എമോഷൻ നമ്മൾ കൊടുക്കുകയാണ്, കാരണം നമ്മൾ മനുഷ്യരായതുകൊണ്ട്. അതും അതിൻ്റെ ജീവനത്തിൽ അത് എമോഷൻ കാണിക്കില്ല, പക്ഷെ നമ്മൾ എമോഷൻ കാണിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് വിഷമമായിപ്പോൾ സത്യം പറയല്ലോ. അതെന്ത് പറയാൻ, 2 വർഷം തുടങ്ങിയിട്ട് 3 വർഷമായി അല്ലേ, കറക്റ്റ് 3 വർഷത്തിന് മുകളിലായി യൂട്യൂബ് തുടങ്ങിയിട്ട്. അപ്പോൾ ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ നമ്മളിനി അടുത്ത് എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ചിഹ്നം അവിടെ. നമ്മളിനി സൊമാറ്റോയിലോട്ട് ഇനി ഫുൾ ടൈം വർക്ക് ചെയ്യണം പഴയ പോലെ. അപ്പോൾ ഇനി ക്യാമറ വാങ്ങി പൈസ സെറ്റ് ആക്കണം, അതുവരെ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല, വ്ളോഗ് ചെയ്താൽ പോയി കഴിഞ്ഞാൽ റീച്ച് കുറയും, ഇങ്ങനെയൊക്കെ കുറേ വിഷയം ഉണ്ടായിരുന്നു. ഒരു കാര്യം മനസ്സിലായി, എന്തായാലും വേറെ ഒന്നുമില്ല, അടുത്ത പ്രാവശ്യം ക്യാമറ കംപ്ലയിൻറ്റ് മുമ്പായിട്ട് ഒരു GoPro എക്സ്ട്രാ വാങ്ങിച്ചിരിക്കണം. വാശിയായിരിക്കണം സത്യം പറയാലോ, ആ ലെവലിൽ നമ്മൾ പോയിരിക്കണം. ഇപ്പം നമുക്ക് മനസ്സിലൊരു വരുമാനം വരുന്നുണ്ട് യൂട്യൂബിൽ നിന്ന്, അതേപോലെ സൊമാറ്റോയിൽ നിന്ന് വരുമാനം വരുന്നുണ്ട്. രണ്ടും ഈക്വലായിട്ട് ഒരു 15,000 കിട്ടുന്നുണ്ട്, ഒരു 30,000 മാസം സമ്പാദിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഉള്ളതുപോലെ പറയാണ്, ഞാൻ അങ്ങനെ പറയാം. ഒരു 30,000 മാസം വരുമാനമുണ്ട്, 5,000 പെട്രോളിൽ പോയാൽ ബാക്കി 25,000 കൈ വരെയാണ്. അപ്പോൾ 2 കാര്യം നോക്കണം. ഇപ്പുറത്ത് നമ്മൾ യൂട്യൂബിനും മാക്സിമം ഫോക്കസ് ചെയ്യണം, അതിനുള്ള ടൈം സ്പെൻഡ് ചെയ്യണം. അതേപോലെ ഇപ്പോഴും സൊമാറ്റോയിൽ നല്ലപോലെ ഓടിയാൽ ശമ്പളമുള്ളൂ, ദിവസ ശമ്പളങ്ങളൊക്കെ. അങ്ങനെയാണ്ട് 2 വെള്ളത്തിൽ കാലിച്ച് പോവുകയാണ്. സത്യം പറഞ്ഞാൽ 2 വെള്ളത്തിൽ കാല് വയ്ക്കാൻ പാടെന്ന് പറയും നമ്മളെ പഴയ ആൾക്കാരൊക്കെ. ഞാൻ 2 വെള്ളത്തിൽ കാലിച്ച് പോവുകയാണ്, കുഴപ്പമില്ലാതെ പോകണം ഇതുവരെയും. പിന്നെ ഇത് കംപ്ലയിൻ്റ് ആയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എന്തായാലും കുഴപ്പമില്ല, ഒരു ബാറ്ററിയുടെ വില 2,500-2,000 ആകുമായിരിക്കും. ഞാൻ എന്തായാലും വാങ്ങിച്ചേക്കാം. ഒരാഴ്ച ഒന്ന് സമയം തരണം, ഒരു ഗ്യാപ്പ്. അതുവരെ ബൈക്ക് വ്ളോഗ്, മോട്ടോ വ്ളോഗ് ഒന്നും കാണൂല, സൊമാറ്റോ വ്ളോഗ് കാണൂല. തൽക്കാലത്തേക്ക് വീട്ടിൽ നിന്ന് വ്ളോഗ് ചെയ്യാം, ഇതുപോലെ ഹൊറർ സ്റ്റോറിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ മോട്ടിവേഷനോ, ഇത് മോട്ടിവേഷൻ എന്ന് പറയുകയാണെങ്കിൽ അല്ലേ, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കുക്കിംഗ് വ്ളോഗോ അല്ലേ വാണി, കുക്കിംഗ് വ്ളോഗ് ചെയ്യാം അല്ലേ വീട്ടിൽ നിന്ന് ചെയ്യാലോ. പിന്നെ വേറെന്ത് വ്ളോഗ് ചെയ്യാം വീട്ടിൽ നമുക്ക്, വയസ്സിന് വ്ളോഗ് ചെയ്യാം അല്ലേ, വ്ളോഗ് ചെയ്യാലോ, ഡാൻസ് പോകാം സമയമല്ലേ. അപ്പോൾ അത്ര തന്നെ, എന്ത് വ്ളോഗ് വീട്ടിൽ നിന്ന് ചെയ്യാം, വേറെ എന്ത് ചെയ്യാം വീട്ടിൽ നിന്ന്. അത് തന്നെ. അപ്പോൾ എന്തായാലും കുറേ പ്ലാനുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മളെ സ്റ്റോറി വേണമെങ്കിൽ പറയാം, നമ്മളെ സ്റ്റോറി, അതായത് നമ്മളിങ്ങനെ എല്ലാം കഴിഞ്ഞുള്ള സ്റ്റോറി പറയാം അല്ലേ. നമ്മൾ ലവ് മാരേജ് ആണ്, അറേഞ്ച് മാരേജ് അതൊക്കെ പറയാം. പിന്നെ വേറെ എന്ത്, എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് പറയാം. പിന്നെ വേറെ എന്ത് പറയാം, ഹൊറർ സ്റ്റോറി പറയാം, കുക്കിംഗ് വ്ളോഗ് നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ വേറെ എന്ത് വ്ളോഗ് ചെയ്യാം, ചുമ്മാ സൗണ്ട് ആക്കാതെ ചുമ്മാ അവിടെ നിന്ന് സൗണ്ട് ആക്കിക്കൊണ്ടിരിക്കുന്നു. വേറെ എന്ത് വ്ളോഗ് ചെയ്യാം, കുക്കിംഗ് വ്ളോഗ് അല്ലാതെ വേറെ എന്താണ്. പിന്നെ സൊമാറ്റോയ്ക്ക് കുറേ ചോദ്യങ്ങളുണ്ട് ചോദിക്കാനായിട്ട്, കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യാം ദിവസവും. സൊമാറ്റോയ്ക്ക് എത്ര കിട്ടും, ഏത് കിട്ടും, കുറേ ചോദ്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ചേർത്തിട്ട് ഒരു വ്ളോഗ് ചെയ്യാം. പിന്നെ Q&A ചെയ്യാം അല്ലേ, ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, ഞങ്ങൾ ആൻസർ പറയാം. അങ്ങനെ കുറേ വ്ളോഗ് വീട്ടിൽ നിന്ന് ചെയ്യാം. ഈ ഒരാഴ്ചത്തേക്ക് നമ്മൾ എന്തായാലും ഗ്യാപ്പ് ഇടാൻ പോകുന്നില്ല, എന്തെങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് മാക്സിമം വേണം. എല്ലാ വ്ളോഗും കാണണം, ഇത്രേ പറയാനുള്ളൂ. സൊമാറ്റോ വ്ളോഗ് മാത്രം കണ്ട് സപ്പോർട്ട് ചെയ്യണം, നല്ല വിഷയം ഇല്ലെന്ന് പറയാനില്ല. എന്നാലും മറ്റുള്ള വ്ളോഗും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു റീച്ച് റവന്യൂ കിട്ടും, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ശരി, കുഴപ്പമില്ല, അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ലല്ലോ, നീ പറയണ്ടോ, അത്ര തന്നെയല്ലോ. അപ്പോൾ ക്യാമറ എന്തായാലും ശരിയാക്കുക. അപ്പോൾ പഴവങ്ങാടി ബാബാസിൽ പോയി കഴിഞ്ഞാൽ പുതിയൊരു ബാറ്ററി വാങ്ങിച്ചേക്കാം, വേറെ വിഷയമൊന്നുമില്ല. ഒരാഴ്ച സമയം അത്ര തന്നെ, കാരണം വേറെ ഒന്നുമില്ല. ഈ ആഴ്ച കുറച്ച് ചിലവുണ്ട്. മെയിൻ ചിലവെന്ന് പറയുന്നത് മൊബൈൽ ഫോൺ പുതിയ എടുത്തായിരുന്നു വാണിക്ക്, അതിന് ലോൺ അടയ്ക്കാനുണ്ട്. പിന്നെ എൻ്റെ മൊബൈൽ ഫോൺ ഇപ്പോൾ നന്നാക്കിയതുള്ളൂ, 3,500 അടുപ്പിച്ചായി, ഡിസ്പ്ലേ മാറ്റിയായിരുന്നു. പിന്നെ അടുത്ത വാടക കൊടുക്കാൻ സമയമായി, ഈ മാസം അല്ല ജൂലൈയിൽ. ആ ചിലവുണ്ട്, എല്ലാം കൂടെ നോക്കണ്ടേ. അപ്പോൾ ബാറ്ററി വാങ്ങിയാൽ പൈസ എൻ്റെ ഇപ്പം ടൈറ്റാണ്. ശരി, വേറൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എന്തെങ്കിലും ദാരിദ്ര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയും, സൂപ്പർ താങ്ക്സിന് വേണ്ടിയിട്ടാണ് ബ്രോ ഇതൊക്കെ നിങ്ങൾ പറയുന്നത്. എൻ്റെ കാര്യം, എൻ്റെ വിഷമം, എൻ്റെ ലൈഫിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യണം, അല്ലാതെ പൈസ പിരിക്കാൻ വേണ്ടിയിട്ടില്ല ചെയ്യണത്. ദയവേദം വിചാരിച്ചുള്ളതിൽ. പിന്നെ അവർ സ്നേഹം കൊണ്ട് സൂപ്പർ താങ്ക്സ് അയക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർ നിർബന്ധിച്ച് പൈസ തരും, ഇല്ലെന്ന് പറയില്ല, ഗൂഗിൾ പേ അയച്ചു തരും ചിലവരൊക്കെ. പിന്നെ അതവരെ സ്നേഹം കൊണ്ട് തരണതും നമുക്ക് പിന്നെ ആവശ്യമുണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ അയക്കുന്ന സൂപ്പർ താങ്ക്സും ഗൂഗിൾ പേ വഴി അയക്കുന്ന ഫണ്ടൊക്കെ നല്ലപോലെ ഓർമ്മയിലുണ്ട്, ഒന്നും മറന്നിട്ടില്ല. നാളെ ഞാൻ നല്ല സെറ്റിലാവുമ്പോൾ ഈ പൈസ കംപ്ലീറ്റും എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഞാൻ സഹായിക്കും, ഉറപ്പാണ് കേട്ടല്ലോ. അതുകൊണ്ട് ഇത് ആലോചിച്ച് ആരും വിഷമിക്കണ്ട. ഞാൻ ഫണ്ട് വാങ്ങുന്നു, ഞാൻ ദാരിദ്ര്യം പറയുന്നു, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിനക്കൊന്നും എന്നെപ്പറ്റി പറയാനുള്ള ഒരു റൈറ്റ്സ് ഇല്ല, കാരണം ഞാൻ അത്ര സ്റ്റഫ് എടുത്താണ് ഓരോ കാര്യം ചെയ്യുന്നത്, മനസ്സിലായ. നിന്നെ പോലെയൊക്കെ വീട്ടിൽ നിന്ന് ചുമ്മാ അല്ല ഇരിക്കുന്നത്. നിനക്ക് ജോലിയും കൂലിയില്ല, അതാണ് ഏറ്റവും വലിയ വിഷയം. നല്ലപോലെ ജോലിക്ക് കഷ്ടപ്പെട്ട് നോക്കുക, അപ്പോൾ അറിയാം വിഷമങ്ങളും കാര്യങ്ങളും നമ്മളിപ്പോൾ ആൾക്കാർക്ക്. അതുകൊണ്ട് ആരും കുറ്റം പറയാൻ പോലും. നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് വേണ്ടി പറയാണ്, ദയവ് ചെയ്ത് ലൈഫിൽ എത്രയോ കാര്യങ്ങളുണ്ട്, നിങ്ങളെ വീട്ടിൽ പല പ്രശ്നമുണ്ട്, സീരിയസായി പറയാണ്, കളിക്ക് പറയണല്ല. അപ്പോൾ അതിനൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് ഒന്ന് മുന്നോട്ട് പോകാൻ നോക്ക്. ചുമ്മാ നമുക്ക് വേണ്ടി, അതായത് നമ്മളെ വീഡിയോ കാണുന്നത് നല്ല കാര്യം ഇല്ലെന്ന് പറയണില്ല. ഇപ്പം എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്നെ ഇൻസൾട്ട് ആയിട്ട് എനിക്കൊരു വിഷയമില്ല, ഞാൻ ബ്ലോക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. എത്ര തന്നെ പണ്ട് റിപ്ലൈ ചെയ്യുമായിരുന്നു, ഇപ്പം അതൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്യും, എൻ്റെ പാടിന് പൊയ്ക്കൊണ്ടിരിക്കും. എനിക്കത്ര നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് അരമണിക്കൂർ സമയം കളഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തി നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോകണില്ല, ആലോചിച്ച് നോക്ക്. വേസ്റ്റ്, സമയം വേസ്റ്റ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇഷ്ടംപോലെ പ്രശ്നമുണ്ട്, അതിനെ ഫോക്കസ് ചെയ്യും. വീട്ടിൽ അമ്മ അച്ഛനോട് ചോദിച്ചു നോക്ക് എന്ത് പ്രശ്നമുണ്ടെന്ന് വീട്ടിൽ, അതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് നോക്ക്. നല്ലപോലെ പഠിക്കാൻ നോക്ക്, നല്ല മാർക്ക് എടുത്ത് നല്ലപോലെ ജോലിക്ക് പോകാൻ നോക്ക്. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യും, എത്രേ പറയാനുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതാണ് മെസ്സേജ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എന്ത് കഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം, കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. ബാ ടാറ്റ, ബൈ ബൈ, സി യു. അടുത്ത വീഡിയോയിൽ കാണാം. ഇതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു, ഇത്രയാണ്. ഓക്കെ, ടാറ്റ, ബൈ ബൈ. സമയം മോൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, പോകണം. ഓക്കെ, ബൈ ബൈ, സി യു.